ഹലോ, ലെറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സിമ്പിളായിട്ടുള്ള ചക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ ഞാൻ എന്താ ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ ഉടഞ്ഞോളും. അപ്പൊ നമുക്കിനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ചക്കയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ. ചക്ക വേഗം വെന്ത് കിട്ടും. ചക്കയ്ക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളി ഒന്ന് നേരാക്കി എടുക്കാം കേട്ടോ. ഇത് വിഷുവിന് മുറിച്ച ചക്കയുടെ ബാക്കി കേട്ടോ. കുറച്ച് പുഴുക്ക് വെച്ച് വന്ന് അതിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ആട്ടോ ചക്കപ്പേരി. അതിലേക്ക് ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പേരിയിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഞാൻ നേരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചക്ക ഒന്ന് വെന്ത് വരട്ടെ. അതാ നമ്മുടെ ചക്ക ഒരു 3 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ചക്കയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരിയാക്കാം. ഞാൻ എന്താ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അര സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ചക്കപ്പേരി. ഇടിച്ചക്കയല്ല, നമ്മൾ കുറച്ചും കൂടി മൂത്ത ചക്കയാണ്. അതുകൊണ്ട് നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഉപ്പേരിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി കരിയാതിരിക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് വെന്തിട്ട ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ചക്കത്തോലയുടെ കൂടെ ഞാൻ കുറച്ച് 5-6 കുരുവും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കുരു കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചക്കയൊക്കെ കണ്ടോ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ചക്ക ചില ചക്ക ഒരു വിസിൽ വരുമ്പോഴേക്കൊക്കെ നന്നായി വേവാറുണ്ട്. ഇതിപ്പോ 2-3 വിസില് വന്നു. ഇനി ഇത് നന്നായി വെന്ത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. കാരണം ഇത് വെന്തതാണല്ലോ. എന്നാൽ ആ പൊടികളൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്കിത് അടുപ്പത്ത് വെച്ചെടുക്കാം.
അപ്പൊ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ ചക്കപ്പേരി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ അത് ചക്കപ്പേരി. ചക്കയൊക്കെ നന്നായി വെന്ത് കുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആ കുരുവും ഒക്കെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവർക്കും താങ്ക് യു.